1000-ൽ പരം ആളുകളാണ് ബുദ്ധദേവ് ഭട്ടാചാര്യയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടിയിട്ട് എത്തിയത്. ഓഗസ്റ്റ് 8-ാം തീയതി അദ്ദേഹം മരണപ്പെട്ടു. അപ്പോൾ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പതനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും ബംഗാളിലേക്ക് നോക്കും. ബുദ്ധദേവ് ഭട്ടാചാര്യയെ പറ്റി സംസാരിക്കും. അദ്ദേഹത്തിൻ്റെ വ്യവസായവൽക്കരണമാണ് അതിന് പിന്നിലെ കാരണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും അവസാനത്തെ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. യഥാർത്ഥത്തിൽ ബുദ്ധദേവ് ഭട്ടാചാര്യയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റുകാർക്ക് പഠിക്കാനുള്ളത് എന്താണ്? നല്ലതാണോ അതോ ഒരുപാട് മോശം കാര്യങ്ങളാണോ? എന്താണ് അദ്ദേഹം ഏത് രീതിയിലാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് വഴികാട്ടിയാവുന്നത്? കാരണം വ്യവസായവൽക്കരണം വലിയ രീതിയിൽ കൊണ്ടുവരാൻ ബംഗാളിൽ ശ്രമിച്ച ഒരാളാണ്. പക്ഷേ അദ്ദേഹം അതിൽ പരാജയപ്പെട്ടു. ആ പാർട്ടി തന്നെ പിന്നെ അവിടെ നിന്ന് തുടച്ചു നീക്കപ്പെട്ടു. അല്ല, ബുദ്ധദേവ് ഭട്ടാചാര്യ എനിക്ക് തോന്നുന്നത് വളരെ നല്ല ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു എന്നാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അഴിമതി എന്നത് ഉണ്ടായിരുന്നില്ല. വളരെ ലളിതമായ ഒരു ജീവിത ശൈലിയായിരുന്നു അദ്ദേഹം അവസാനം വരെ തുടർന്നിരുന്നത് എന്നാണ്. അദ്ദേഹത്തെ മന്ത്രിസഭയിലേക്ക് ക്ഷണിക്കുന്ന സമയത്ത് നാളെ സത്യപ്രതിജ്ഞ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എടുക്കാനുള്ള ഒരു മുൻകരുതൽ എന്നത് ഒരു പുതിയ ചെരുപ്പ് വാങ്ങിക്കുക എന്നുള്ളത് മാത്രം. കാരണം അത്ര പഴകിയ ഒരു ചെരുപ്പിട്ടായിരുന്നു അദ്ദേഹം നടന്നുകൊണ്ടിരുന്നത്. ഈ ഒരു ശൈലി പിന്നീട് അദ്ദേഹം ജീവിതത്തിൽ തുടർന്നു എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, അദ്ദേഹം സാംസ്കാരിക രംഗങ്ങളിൽ നിരന്തരമായിട്ട് ഇടപെട്ടിരുന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു. നന്ദൻ എന്ന അവരുടെ സാംസ്കാരിക കേന്ദ്രത്തിൽ പോയി കലയെക്കുറിച്ചും അതേപോലെ തന്നെ സിനിമയെക്കുറിച്ചും നിരന്തരമായിട്ട് സംസാരിച്ച് ഓരോ ദിവസവും വീട്ടിൽ പോകുന്ന ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അത്രമാത്രം ബംഗാളികളുടെ ഒരു കൾട്ടിനോട് യോജിച്ച് നിന്നിരുന്നവരാണ്. ബംഗാളികൾക്കൊരു കൾട്ടുണ്ട്. ആ കൾട്ടിൽ നിറഞ്ഞു നിന്നിരുന്നത് രവീന്ദ്ര സംഗീതമായിരുന്നു. ശരിക്കും ഈ കൾട്ട് ആണ് യഥാർത്ഥത്തിൽ ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തിയായിട്ട് മാറിയത്. അതൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പിന്നെ എവിടെയാണ് അദ്ദേഹത്തിന് വീഴ്ച പറ്റിയത് എന്ന് ചോദിച്ചാൽ, ഭരണരംഗം എന്ന് പറയുന്നത് അദ്ദേഹം വരുന്ന സമയത്ത് ജ്യോതിബാസുവിൽ നിന്ന് അദ്ദേഹത്തിലേക്ക് ഭരണം കൈമാറ്റം ചെയ്യപ്പെടുന്ന സമയത്ത് തന്നെ ബംഗാളിലെ CPM സംഘടനാ സംവിധാനം എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ മാറിക്കഴിഞ്ഞിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഏതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഭരണ സംവിധാനങ്ങളുടെ തകർച്ച എന്ന് പറയുന്നത് അതിൻ്റെ താഴെ തട്ടിൽ വലിയ തരത്തിൽ ധാർഷ്ട്യം നിറയുകയും അവർ ഗുണ്ടാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന രീതികളിലേക്ക് വരുന്ന ബംഗാൾ ഒരു ഗുണ്ടാരാജിലായിരുന്നു എന്നാണ് വളരെ വിഖ്യാതരായിട്ടുള്ള വിമർശകരെല്ലാം വിശേഷിപ്പിക്കുകയും ഗുണ്ടാരാജിനെക്കുറിച്ച് പുസ്തകം പോലും അവർ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഒട്ടുമിക്ക മേഖലകളിലും താഴെത്തട്ടിലുള്ള സംഘടിത ശക്തി ഉപയോഗിച്ച് അവർക്കിഷ്ടമുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്ന ഒരു ഗുണ്ടാ പ്രവർത്തനമായിട്ടത് മാറിക്കഴിഞ്ഞിരിക്കും. അങ്ങനെ മാറി ഇരിക്കുന്ന സമയത്താണ് ഈ വ്യവസായവൽക്കരണം എന്ന് പറയുന്നത് ബംഗാളിൻ്റെ ഒരു ജീർണതയുണ്ടായിരുന്നു. വികസനത്തിൽ വലിയ തരത്തിൽ ജീർണത ബാധിച്ച ഒരു സംസ്ഥാനമായിട്ട് ബംഗാൾ മാറുകയായി. അങ്ങനെ മാറിയതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോഴും നമ്മളുടെ കേരളത്തിലേക്ക് തന്നെ പണിയെടുക്കുന്നതിന് വേണ്ടി ജോലിക്ക് വേണ്ടി ഒരുപാട് ആളുകൾ ബംഗാളികളെത്തുന്നത്. നമ്മളുടെ വഴിയിൽ ഇടവഴിയിലേക്കാണ് നമ്മളിങ്ങനെ നടക്കുമ്പോൾ നേരെ വരുന്ന ഒരാളോട് സംസാരിച്ചാൽ അവൻ ബംഗാളിയായിരിക്കും. അത്രമാത്രം ബംഗാളികളിലൂടെ പണിയെടുക്കാനായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ പണിയില്ലാത്ത തരത്തിലേക്ക് ബംഗാൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. താഴെത്തട്ടിലുള്ള പണിയാണ്. ഉയർന്ന പണികൾക്ക് വേണ്ടിയിട്ട് എല്ലാ സംസ്ഥാനത്തു നിന്നും ആളുകൾ എന്ത് ചെയ്യാറുണ്ട്? മറ്റു സംസ്ഥാനങ്ങളിലേക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് പോകാറുണ്ട്. ശരിക്കും അപ്പോൾ ഇതിലൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ശ്രമിച്ച ഒരു ശക്തമായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയൊരു നേതാവ് തന്നെയായിരുന്നു ബുദ്ധദേവ്. അതെ, ബുദ്ധദേവിനെ അറിയാമായിരുന്നു. വ്യവസായവൽക്കരണത്തിലൂടെ മാത്രമേ ഇനി ബംഗാളിനെ രക്ഷപ്പെടാനായിട്ട് പറ്റുകയുള്ളൂ. കാരണം ബംഗാളിൻ്റെ പരമ്പരാഗത വ്യവസായമായിട്ടുള്ള ചണം എന്ന് പറയുന്നത് തകർന്ന് തരിപ്പണമായി കാലത്തിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ നമ്മളുടെ കേരളത്തിലെ കയർ വ്യവസായം തകർന്നതുപോലെ അവിടുത്തെ ചണൽ വ്യവസായം തകർന്നു. ചണ വ്യവസായ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് പണിയില്ലാത്ത സാഹചര്യം വന്നു. അപ്പോൾ അങ്ങനെ പല മേഖലകളിലും പരമ്പരാഗത വ്യവസായങ്ങളുടെ തകർച്ച തൊഴിലില്ലായ്മയിലേക്ക് നയിച്ച ഒരു സാഹചര്യം ഉണ്ടായി. ഇതിനുള്ള അതിനുള്ളൊരു പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ വ്യവസായങ്ങൾ വരികയില്ല. പുതിയ വ്യവസായങ്ങൾ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നന്ദിഗ്രാം എന്ന് പറയുന്നതും അതേപോലെ തന്നെ സിംഗൂരും അതിൻ്റെ ഒരു ചിത്രത്തിലേക്ക് വരുന്നത്. ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയിൽ പണിയെടുത്തിരുന്നതായിട്ടുള്ള കർഷകരെ അവിടെ നിന്ന് കുടിയിറക്കിയിട്ട്
അവിടെ വ്യവസായം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ടാറ്റയും അതേപോലെ തന്നെ ഇന്തോനേഷ്യയിലെ ഒരു വലിയ കെമിക്കൽ കമ്പനിയുമൊക്കെ വരാനായിട്ട് തുടങ്ങിയ സമയത്താണ് കർഷകർ അതിശക്തമായിട്ട് അതിനെ എതിർത്ത്. അവിടെ ബുദ്ധദേവിന് അടിതെറ്റി എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ബുദ്ധദേവിൻ്റെ ഉദ്ദേശം ശരിയായിരുന്നു, പക്ഷേ അദ്ദേഹം സ്വീകരിച്ച മാർഗം, മെത്തേഡ് തെറ്റിപ്പോയി എന്നാണ്. അതെ, അതിൻ്റെ പ്രായോഗിക സംവിധാനങ്ങളിലാണ് പാളിച്ച. വ്യവസായങ്ങൾ കൊണ്ടുവരണം എന്നുള്ളതിൽ ആർക്കാണ് തർക്കം? വ്യവസായങ്ങൾ വന്നേ പറ്റൂ. അത് പലതരത്തിലുള്ളതായിട്ടുള്ള വ്യവസായങ്ങളുടെ സാധ്യതകൾ നമ്മൾ പരിശോധിക്കുകയും ആ വ്യവസായങ്ങളെ കൊണ്ടുവരികയും ചെയ്യണം. വ്യവസായികളെ കൊണ്ടുവരണമെങ്കിൽ എന്ത് വേണം? അവർക്ക് പലതരത്തിലുള്ള ഇളവുകൾ കൊടുക്കണം. വ്യവസായികൾക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, ലാഭമാണ്. അപ്പോൾ ആ ലാഭത്തിൽ കണ്ണു നട്ട് നിൽക്കുന്ന മുതലാളിയെ സംസ്ഥാനത്തേക്ക് വിളിച്ചുകൊണ്ടുവരിക. ടാറ്റ അങ്ങനെ വിളിച്ചുകൊണ്ടുവന്നാണ്. അപ്പോൾ ടാറ്റയെ വിളിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ടാറ്റയ്ക്ക് പല ഇളവുകളും കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാനായിട്ട് സർക്കാർ തയ്യാറായി. പക്ഷേ ഭൂമി ഏറ്റെടുത്ത് കൊടുത്ത സ്ഥലം എന്ന് പറയുന്നത് വളരെ വളരെ അപകടം പിടിച്ച സ്ഥലമായിപ്പോൾ. കാരണം എന്താണ്? കാർഷിക ഭൂമിയാണ് ഏറ്റെടുത്ത് കൊടുത്തത്. കാർഷിക ഭൂമിയിൽ ജോലി ചെയ്ത് ജീവിച്ചിരുന്നതായിട്ടുള്ള കർഷകർ മുഴുവനും കുടിയിറക്കപ്പെടുകയാണ് ചെയ്യുന്നത്. എന്താണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അത് ശ്രദ്ധിക്കാത്തത്? അത് ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഇന്തോനേഷ്യയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റുകളെയൊക്കെ കശാപ്പ് ചെയ്ത വലിയ ഒരു കെമിക്കൽ ഹബ്ബാണ് ബംഗാളിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചത്. ഇപ്പോൾ രാഷ്ട്രീയമായിട്ടും അതിന് വലിയ എതിർപ്പുണ്ടായി. ഈ രണ്ട് എതിർപ്പുകളെയും ശരിയായിട്ടുള്ള രീതിയിൽ നേരിടുന്നതിനോ പരിഹരിക്കുന്നതിനോ ബുദ്ധദേവൻ്റെ കയ്യിൽ മാർഗങ്ങളുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പോലീസ് വെടിവെപ്പിനെയൊക്കെ അദ്ദേഹം അപലപിച്ചിട്ടുണ്ട്, തെറ്റായി പോയി. അല്ല, പോലീസ് വെടിവെപ്പൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. പോലീസ് വെടിവെക്കുക എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സർക്കാരിൻ്റെ പോലീസ് വെടിവെച്ച് വന്നാൽ സർക്കാരിനെ ന്യായീകരിക്കാൻ പിന്നെ ആരെങ്കിലും ഉണ്ടാവും? ആരും ഉണ്ടാവില്ല. ആദ്യത്തെ എനിക്ക് തോന്നുന്നു ഒരു വെടിവെപ്പിൽ വേണ്ടി 29 പേര് മരിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. ഒരാളോ രണ്ടാളോ അല്ല എന്നുള്ളതാണ്. അത്രയും ആളുകൾ മരിക്കുന്ന തരത്തിലേക്ക് പ്രക്ഷോഭം ശക്തിയാർജിക്കുകയും ആ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ പോലീസിൻ്റെ ഗുണ്ടാരാജ് ഉപയോഗിക്കപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒരു സർക്കാരിനെ സമ്പൂർണ്ണ ജനവിരുദ്ധ സർക്കാരാക്കി മാറ്റും. അതങ്ങനെ മാറ്റം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനെ കൃത്യമായിട്ടുള്ള രീതിയിൽ എൻകാഷ് ചെയ്യാനായിട്ട് മമതാ ബാനർജിക്ക് കഴിയുകയും ചെയ്യും. ഇതോടുകൂടി സംഭവിച്ചതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികാരം നഷ്ടപ്പെട്ട ഒരു പാർട്ടിയായിട്ട് CPM മാറിത്തീരുകയും CPMൽ നിന്ന് ആളുകൾ കൂട്ടമായിട്ട് ഒഴിഞ്ഞു പോവുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ ഒഴിഞ്ഞു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ഭരണകാലത്തെല്ലാം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച തരത്തിൽ താഴെത്തട്ടിൽ ഗുണ്ടാ സംഘങ്ങളുടെ കേന്ദ്രങ്ങളായിട്ട് ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. മനുഷ്യരോട് വളരെ ധാർഷ്ട്യത്തോടെ പെരുമാറുന്ന ധിക്കാരികളുടെ ഒരു സങ്കേതമായിട്ടിത് മാറി. അതാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പതനത്തിന് കാരണം. ബുദ്ധദേവ് അതിൽ പങ്കാളിയല്ല. അല്ല, വ്യവസായവൽക്കരണത്തിൽ വന്ന പാളിച്ച എന്ന് പറയുന്നത് കർഷകരുടെ ഭൂമി പിടിച്ചെടുത്ത് വ്യവസായം കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. വ്യവസായം അങ്ങനെയല്ല കൊണ്ടുവരുന്നത്. ഇപ്പോൾ ടാറ്റയുടെ കാറ് നിർമ്മാണ ഫാക്ടറി അവിടെ കൊണ്ടുവരുന്നതിന് 1000 ഏക്കർ ഭൂമി എന്തിനാണ് ടാറ്റ കൊടുക്കുന്നത്? ഒരാവശ്യമില്ലാത്തൊരു കാര്യമാണ്. കാർ ഫാക്ടറി നിർമ്മിക്കുന്നതിന് 5-6 ഏക്കർ കൊടുക്കുക. അതിന് പകരമായിട്ട് അയാളെ സംതൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് 1000 ഏക്കർ ഭൂമി ഏറ്റെടുത്ത് കൊടുത്ത് അത് കാർ നിർമ്മാണ ഫാക്ടറി, അതോടൊപ്പം തന്നെ വലിയ തരത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് വ്യവസായ രംഗമായിട്ട് മാറുക. അപ്പോൾ ഈ കർഷകരുടെ ജീവിതത്തിലേക്ക് റിയൽ എസ്റ്റേറ്റ് എടുത്തു വെച്ചതാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ച വലിയ പരാജയം എന്നുള്ളത്. അത് നന്ദിഗ്രാമിലും അതുപോലെ തന്നെ സിംഗൂരിലും ഒരേപോലെ സംഭവിച്ചു എന്നുള്ളതാണ്. തിരിച്ചറിയാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല. തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ പാർട്ടിയുടെ തലച്ചോറ് എന്ന് പറയുന്നത് ജനവിരുദ്ധമായി മാറിയിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ പാർട്ടിയെ തകർത്തത് ഈ താഴെത്തട്ടിൽ ഉള്ള ധാർഷ്ട്യമാണ്, ഗുണ്ടായുസമാണ്, തെമ്മാടിത്തരമാണ്. അത് തിരിച്ചറിഞ്ഞ് തിരുത്താനായിട്ട് പറ്റിയില്ലെങ്കിൽ CPMന് മാത്രമല്ല ഒരു രാഷ്ട്രീയ പാർട്ടി. കമ്മ്യൂണിസ്റ്റ് ആശയം എന്ന് പറയുന്നതിനൊരു റിജിഡിറ്റി ഉണ്ട്. ആ റിജിഡിറ്റിയെ കുറച്ചും കൂടി ഒന്ന് മിതമാക്കാൻ ശ്രമിച്ച ഒരാളായിരുന്നു ബുദ്ധദേവ് എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും അത്തരം റിജിഡിറ്റി ഫോളോ ചെയ്യുന്ന അണികൾക്കിലും ഈ ധാർഷ്ട്യവും അഹങ്കാരവും ഉണ്ടാവില്ലേ? അല്ല, ശരിക്കും റെജിമെൻറ്റേഷൻ എന്ന് പറയുന്ന വാക്കാണ് റിജിഡിറ്റിയേക്കാൾ അതിന് നല്ലത്. ഒരുതരം മിലിറ്ററൈസേഷൻ എന്ന് പറയുന്നത്, പട്ടാളവൽക്കരണം, പട്ടാളച്ചിട്ട. ഇത് ഏത് കാലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് ആവശ്യമായിട്ട് വരുന്നത്? പഴയ കാലത്തെ വലിയ തരത്തിൽ ഒളിപ്പോർ യുദ്ധങ്ങളൊക്കെ നടത്താനായിട്ട് പറ്റുന്ന രാഷ്ട്രീയ പാർട്ടിയായിട്ട് നിന്ന് ഒരു ഘട്ടത്തിൽ അത് ശരിയായിരുന്നു. കാരണം അത് യുദ്ധ പാർട്ടിയാണ്. യുദ്ധ പാർട്ടിയല്ല ഇന്നത്തെ പാർട്ടി. ഇന്നത്തെ പാർട്ടി എന്ന് പറഞ്ഞാൽ ജനാധിപത്യ സംവിധാനത്തിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. അത് ഫ്ലെക്സിബിളായിട്ടുള്ളൊരു പാർട്ടി ആയിരിക്കണം. ആശയങ്ങൾക്ക് പുറത്തു നിന്ന് ശരിക്ക് പറഞ്ഞാൽ പ്രവർത്തിക്കേണ്ട ഒരു പാർട്ടി. അടിസ്ഥാനപരമായിട്ട് പ്രത്യയശാസ്ത്ര സമീപനങ്ങളുണ്ടാവേണ്ട, അതെല്ലാം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്.
അത് നഷ്ടപ്പെട്ടു പോയിട്ട് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കമ്മ്യൂണിസം ഇല്ല. ഈ തേക്കിൻകാട് മൈതാനം പോലത്തെ ഉള്ള ഒരവസ്ഥയാണ് അത്. മനസ്സിലായി? അവിടെ തേക്കിൻകാടും ഇല്ല, മൈതാനവും ഇല്ല, അങ്ങനത്തെ സ്ഥിതിയാണ്. ഇവിടെ ഇവർക്ക് സംഭവിക്കുന്നതായിട്ടുള്ള ദുരന്തം അതാണ് ശരിക്കും പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം സമ്പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു. കേരളത്തിൽ പോലും നമ്മൾ ഈ ബംഗാളിനെ ഓർമ്മപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ത്രിപുരയെ ഓർമ്മപ്പെടുത്തുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടാണ്. നിങ്ങളിങ്ങനെ പോയാൽ നിങ്ങൾ ബംഗാളാവും എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം അതാണ്. അപ്പോൾ ഈ ധാർഷ്ട്യം, ധിക്കാരവും തോന്നിയാസവും ഒരു സമൂഹവും അംഗീകരിക്കുന്നതല്ല. അത് തിരുത്തലാണ് അടിസ്ഥാനപരമായിട്ട് ജനങ്ങളിലേക്ക് തിരിച്ചു പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പാർട്ടി ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ കരുതും ബുദ്ധദേവ് വലിയ അഴിമതിക്കാരനായിരുന്നു, ധാർഷ്ട്യക്കാരനായിരുന്നു. അന്നും ആയിരുന്നില്ല. ബുദ്ധദേവ് ഒരിക്കലും അഴിമതിക്കാരനായിരുന്നില്ല, ഒരിക്കലും ധാർഷ്ട്യം ഉണ്ടായിരുന്നില്ല. ഏറ്റവും ലളിതമായി ജീവിച്ച ഒരു വലിയ നേതാവായിരുന്നു അദ്ദേഹം. പക്ഷേ അത് പരിഗണിക്കപ്പെട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്. സാംസ്കാരിക പ്രവർത്തനം നടത്തുന്ന, നാടകം എഴുതുന്നതാണ്, നാടകം അഭിനയിക്കുന്നതിലൊക്കെ താല്പര്യം കാണിക്കും. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിലൊരു, നമ്മൾ പലപ്പോഴും പ്ലേറ്റോ ഒക്കെ പറഞ്ഞിട്ടുള്ള ഭരണാധികാരി എന്ന് പറഞ്ഞാൽ ഒരു ഫിലോസഫർ കിങ് ആവണം എന്ന് പറയുന്നതിന് സമാനമായിട്ടുള്ള രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ കഴിഞ്ഞിരുന്ന ഒരു പ്രമുഖനായിട്ടുള്ള നേതാവായിരുന്നു ബുദ്ധദേവ്. പക്ഷേ ബുദ്ധദേവിന് CPM എന്ന് പറയുന്നതായിട്ടുള്ള പാർട്ടിയിൽ ഒരു തരത്തിലും സ്വാധീനം ചെലുത്താനായിട്ട് കഴിഞ്ഞിരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ജീവിതമാർക്ക് ഇപ്പോൾ ഗാന്ധി പറഞ്ഞിട്ടുണ്ടല്ലോ, മൈ ലൈഫ് ഈസ് എ മെസ്സേജ് എന്ന് പറഞ്ഞു. അത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല എന്നതുപോലെ ബുദ്ധദേവിൻ്റെ രാഷ്ട്രീയ ആശയങ്ങളെ അല്ലെങ്കിൽ ജീവിത ആശയങ്ങളെ, ജീവിത സന്ദേശങ്ങളെ അവിടുത്തെ പാർട്ടിക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. കാരണം ബുദ്ധദേവ് ഹർത്താലിനെതിരായിരുന്നു, ബന്ദിനെതിരായിരുന്നു. ബന്ദിനെതിരെ സംസാരിച്ച ബുദ്ധദേവിനെ പാർട്ടിക്കാർ തന്നെയാണ് തിരുത്തിയത്. മനസ്സിലായ? കാരണം എൻ്റെ ബന്ദ് പ്രഖ്യാപിച്ചതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ എൻ്റെ പാർട്ടിക്കാരാണല്ലോ ബന്ദ് പ്രഖ്യാപിച്ചത് എന്ന് ഒരിക്കലും അദ്ദേഹം പറയും. ട്രേഡ് യൂണിയൻസുകൾ അതിനെ ശക്തമായിട്ട് എതിർക്കുകയും ചെയ്തു. ബന്ദ് ഒരു സമരമാർഗമായിട്ട് നമുക്ക് സ്വീകരിക്കാം, പക്ഷേ അതിൻ്റെ യൂട്ടിലിറ്റി എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ ഫ്യൂട്ടിലിറ്റി എന്താണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് ആവശ്യത്തിന് ഉപയോഗിക്കുക, ഇല്ലാത്ത സമയത്ത് ഉപേക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഒരിടക്ക് ബന്ധുക്കളുടെ ബഹളമായിരുന്നു ബംഗാൾ. ഇപ്പോൾ എവിടെ ബന്ദ്? അവിടെ ഒരു ബന്ധു പോലും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതല്ല, CPM പാർട്ടി ഓഫീസുകളൊക്കെ BJP ഓഫീസുകളായി മാറുകയും ചെയ്തു. അതെ. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ ഒരു റെജിമെൻറ്റേഷൻ ഉണ്ടല്ലോ, ആ റെജിമെൻറ്റേഷൻ കൊണ്ടു നടക്കുന്ന ഒരു പാർട്ടിയാണ് BJP എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ CPM നിന്ന് ആളുകൾ ഉപേക്ഷിച്ച് നേരെ അങ്ങോട്ട് ഇറങ്ങുക. അവർക്ക് ഈ പറയുന്ന നേരെ ഈ ഗുസ്തിപിടുത്തം അതിന് പറ്റിയ പാർട്ടിയാണെന്ന് അന്വേഷിച്ചാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കയറുക എന്നുള്ള ഒരു ശീലമാണ് അവരുടെ ശൈലിയുടെ ഒരു ഭാഗമായിട്ട്. റെജിമെൻറ്റേഷൻ്റെ ഒരു കാലം കഴിഞ്ഞ ഒരു ഭൂമുഖമാണ് നമ്മളുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളതെന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും വളരെ ജനകീയമായിട്ട് ജനങ്ങളോട് ഇടപഴകി, ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ മാത്രമേ ഭരണവിജയവും അതേപോലെ തന്നെ പാർട്ടിയുടെ നിലനിൽപ്പും സാധ്യമായി തീരും. അത് തിരിച്ചറിയാനായിട്ടുള്ള ചില സന്ദേശങ്ങൾ യഥാർത്ഥത്തിൽ ബുദ്ധദേവ് നൽകിയിട്ടാണ് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ എന്നാണ്. ഫിറ ദേഖ എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ മുഴുവൻ അദ്ദേഹം കുറിച്ചിട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫിറ ദേഖ എന്ന് പറയുന്നതായിട്ടുള്ള ഈ പുസ്തകം തന്നെ എനിക്ക് തോന്നുന്നത് ബംഗാളിൽ വളരെ വേഗത്തിൽ വിറ്റഴിക്കപ്പെട്ട പുസ്തകമായിട്ടാണ് അത് എല്ലാവരും ചിത്രീകരിക്കുന്നത്. അത്രമാത്രം താല്പര്യം ആ പുസ്തകത്തോട് ഉണ്ടെന്ന് പറഞ്ഞാൽ ബുദ്ധദേവനോട് ആ താല്പര്യമുണ്ട് എന്ന് തന്നെയാണ്. മാത്രമല്ല ബുദ്ധദേവ് മാതൃകാപരമായിട്ടാണ് വിട പറഞ്ഞു പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ശവശരീരം എന്ന് പറയുന്ന മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിന് വേണ്ടി കൊടുക്കുകയൊക്കെ ചെയ്തത്. അങ്ങനെ നല്ല കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന്. ഇഷ്ടംപോലെ ആളുകളാണ് കഴിഞ്ഞ അന്ത്യോപചാരം. അതെ, അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാനായിട്ട് CPM മാത്രമായിരുന്നില്ല, ബംഗാളിലെ നിരവധി ആളുകളുണ്ടായിരുന്നു. 10,000-കണക്കിന് വരുന്ന ഒരു ജനാവലിയുടെ നേതൃത്വത്തിലാണ് ഈ ശവശരീരം തന്നെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ അദ്ദേഹം നൽകുന്ന പാഠങ്ങളും സൂചകങ്ങളും വളരെ നല്ലത് തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിന് എവിടെ തെറ്റി എന്ന് ചോദിച്ചാൽ വ്യവസായവൽക്കരണം നടത്താൻ തീരുമാനിച്ചത് ശരിയായിരുന്നു, പക്ഷേ നടത്താനെടുത്ത തീരുമാനം എന്ന് പറയുന്നത് കർഷകരെ കുടിയിറക്കിക്കൊണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടെ തെറ്റിയത്. ശരി.